ഹലോ അസ്സാം വലൈക്കും. ഇതേപോലെ ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ രണ്ടാൾ ചേർന്ന് പ്ലാൻ ചെയ്തു പോയ ഒരു ഹാഫ് ഡേ ട്രിപ്പാണ് ഈ കാണുന്നത്. ഞങ്ങൾ 11 ഗേൾസ് ഒന്നിച്ച് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. 4 റൂമിലായിട്ടാണ്. ഇതിൽ 4 പേര് മലയാളീസാണ്. നേഴ്സ്, തെറാപ്പിസ്റ്റ്, ടീച്ചർ അങ്ങനെ പല പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവരാണ്. 1-2 ആഴ്ച അടുപ്പിച്ച് ജോലി, വീട് അങ്ങനെയുള്ള ആ ഒരു മടുപ്പുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വീക്കെൻഡിലുള്ള ഒരു ചെറിയ കറക്കം. ഇത് ഷഹീദ് ഹുസൈൻ ആദം ബിൽഡിങ്ങിനടുത്തുള്ള ഒരു ഫെറി സ്റ്റേഷനാണ്. അവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നിന്ന് പല ഐലൻഡുകളിലേക്കും എയർപോർട്ടിലേക്കും ഫെറിയുണ്ട്. ഏതെങ്കിലും ഫെറിയിൽ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരാം എന്നതായിരുന്നു ഉദ്ദേശം. പക്ഷേ ഒന്നും നടന്നില്ല. ഫ്രൈഡേ ആയതിനാൽ ആ സമയം അവിടെ നിന്ന് എങ്ങോട്ടും ഫെറി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റിയില്ല. അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും കൈപിടിച്ച് വെറുതെ നടന്നു. തണുപ്പും അവിടുത്തെ കാറ്റും അന്തരീക്ഷവും ഒക്കെ കാരണം അതും ഒരു സുഖമുള്ള സമയമായിരുന്നു. ഈ വ്യൂ കാണുമ്പോൾ തന്നെ ആ ഒരു ഫീൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ എത്ര നമ്മൾ എങ്ങനെ വീഡിയോ എടുത്താലും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അത് ആ വീഡിയോ കണ്ണുകളിൽ കിട്ടില്ല. സലൈൻ വാട്ടറിന് മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ കാറ്റിന് പോലും നമ്മുടെ മനസ്സിനെ തണുപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. മടുപ്പിക്കുന്ന അന്തരീക്ഷങ്ങളിൽ അടച്ചു മൂടി ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുന്നതിനെക്കാട്ടി നല്ലത് ഒന്ന് വെളിയിലിറങ്ങി ചെറുതായിട്ട് കാറ്റൊക്കെ കൊണ്ട് ഒന്ന് നടന്ന് തിരിച്ചു വരുന്നത് തന്നെയാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് ഷഹീദ് ഹുസൈൻ ബിൽഡിംഗ്. ഈ കാണുന്നതാണ്. ഇത് മാലിദ്വീപ് സർക്കാരിൻ്റെ പ്രധാന ഭരണകാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കെട്ടിടമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫിഷിങ്ങിന് പോകുന്ന കുറേ പേരുടെ ബോട്ട് ഒക്കെ നിർത്തിയിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവരുടെ ആ ഒരു ജീവിത രീതി മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മാലൈ സെൻറ്റർ സിറ്റിയിലെ ഫിഷ് മാർക്കറ്റും സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ചെറിയ പാർക്കാണ്. ഇതാണ് നമ്മുടെ ഷഹീദ് ഹുസൈൻ ആദം ബിൽഡിംഗ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പിജിയൻ പാർക്കുണ്ട്. പാർക്ക് റെനോവേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. പക്ഷേ അപ്പോഴവിടുത്തെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്ത് പിജിയൻസിന് സീറ്റ്സ് കൊടുക്കാൻ പറ്റി. ഇത് അവിടെ തൊട്ടടുത്തുള്ളൊരു മോസ്കാണ്. ആ മോസ്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു പാർക്കുണ്ട്. ആളുകൾക്കൊക്കെ അവിടെ ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് ധന്യയാണ് കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. വെറും 2 മണിക്കൂർ മാത്രമുള്ള ഈ ഒരു വാക്കിംഗ് അടുത്ത ഒരാഴ്ചത്തേക്കുള്ള ഊർജ്ജം കൂടിയാണ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്.